ഹലോ എവരിവൺ, മോക്ക് ടെസ്റ്റിലെ കുറച്ച് ബുദ്ധിമുട്ടുള്ള 2 ക്വസ്റ്റ്യൻസ് ഞാൻ സോൾവ് ചെയ്യാണ്. നമ്മൾ ലാസ്റ്റ് 4 റൗണ്ട് ഓഫ് വീഡിയോസിലേക്ക് കിടക്കുകയാണ്. അപ്പം ഞാൻ മുമ്പ് പറഞ്ഞിരുന്നു മോക്ക് ടെസ്റ്റ് ഓൾറെഡി ചെയ്ത് ഏകദേശം ഒരു 100ഓളം പേര് മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. ഇനി ആർക്കെങ്കിലും മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യണമെങ്കിൽ നമ്മുടെ ചാനലിൽ ജോയിൻ ചെയ്യാം, മെമ്പർഷിപ്പ് എടുത്ത് നിങ്ങൾക്ക് ഈസി ആയിട്ട് മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യാം. അതിൻ്റെ അങ്ങനെ ചെയ്യാൻ പ്ലാൻ ഉണ്ടെങ്കിൽ നിങ്ങൾ മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്ത ശേഷം മാത്രമേ ഈ ഒരു വീഡിയോ കണ്ടാൽ മതിയാവും. മോക്ക് ടെസ്റ്റ് ചെയ്ത ആൾക്കാർക്ക് വേണ്ടിയാണ് ഞാൻ കൂടുതലായിട്ട് സംസാരിക്കുന്നത്. അതർവൈസ് ഓൾസോ ഇറ്റ് ഈസ് ബെനിഫിഷ്യൽ. അത് പുതിയ ഒരു ടൈപ്പ് ഓഫ് 2 പ്രോബ്ലംസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ ഒരു ക്വസ്റ്റ്യൻ ഇതായിരുന്നു, സിസ്റ്റൈൻ ഹാസ് എ ലീക്ക് വിച്ച് വുഡ്. സിസ്റ്റൈൻ എന്ന് പറഞ്ഞാൽ ഒരു ടാങ്ക് എന്ന് കണ്ടാൽ ടാങ്ക് ഹാസ് എ ലീക്ക് വിച്ച് വുഡ് എംപ്റ്റി the tank in 20 minutes. A tap is turned on which admits 4 liters a minute into the tank, and it is emptied in 24 minutes. How many liters does it hold? അപ്പോൾ ഒരു കണ്ടെയ്നർ അല്ലെങ്കിൽ സിസ്റ്റം അല്ല ടാങ്ക്. അപ്പോൾ ഏത് അർത്ഥത്തിൽ വേണം ഇതിനെ കാണാം. അപ്പോൾ ഇതിൻ്റെ അർത്ഥം ആദ്യം ചോദ്യം മനസ്സിലാക്കുക. അപ്പോൾ അവിടെ ഒരു ലീക്ക് റേറ്റ് ആണ് ആദ്യം മനസ്സിലാക്കണം. ലീക്ക് റേറ്റിനെ പറ്റിയാണ് ആദ്യം പറയുന്നത്. ഫസ്റ്റ് ലീക്ക് റേറ്റ് എന്ന് പറഞ്ഞാൽ അത് ലീക്ക് ഉണ്ട് അവിടെ 20 മിനിറ്റ് കൊണ്ട് എം ടി ആകുന്ന ലീക്കാന്ന് പറഞ്ഞു. 20 മിനിറ്റ് കൊണ്ട് 20 മിനിറ്റ്. അപ്പോൾ നമ്മൾ മൊത്തത്തിൽ ആ ടാങ്ക് കണ്ടെയ്നറിൻ്റെ കപ്പാസിറ്റി സി ആയിട്ടോ എക്സ് ആയിട്ടോ ആണ് എടുക്കുന്നു. അപ്പം 20 മിനിറ്റ് കൊണ്ട് ആണ് ലീക്കാകുന്നതെങ്കിൽ നമുക്ക് അപ്പം C/20 അപ്പോൾ ലീക്ക് റേറ്റ്, ഫസ്റ്റ് ലീക്ക് റേറ്റ് C/20 ആയിട്ട് എടുക്കാം. സി എന്തുകൊണ്ടെന്ന് വെച്ചാൽ സി തന്നെ മൊത്തമുള്ള കപ്പാസിറ്റി 20 മിനിറ്റ് ആണ് എം ടി ആവശ്യമുള്ളത്. അപ്പം അത് മൊത്തം കപ്പാസിറ്റിയെ 20 മിനിറ്റ് കൊണ്ട് 20 മിനിറ്റോട് പോയി തീരുമ്പോൾ C/20 ആണ് ലീക്ക് റേറ്റ് പെർ മിനിറ്റ്. അപ്പം ഫസ്റ്റ് ലീക്ക് റേറ്റ് കിട്ടുന്നു. ഇനി അവിടെ ഒരു ടാങ്കിലേക്ക് ഒരു പൈപ്പിൽ വെള്ളം വന്ന് വീഴുന്നുണ്ട്. അത് അഡ്മിറ്റ്സ് ദ ലിറ്റേഴ്സ് 4 liters എ മിനിറ്റ്. അവിടെ വെള്ളം വന്ന് വീഴുന്ന റേറ്റ് എന്ന് പറഞ്ഞാൽ 4 ലിറ്റർ പെർ മിനിറ്റ് ആണ്. അവിടെ വന്ന് വീഴുന്ന വെള്ളം ടാപ്പിൻ്റെ റേറ്റ് 4 ലിറ്റർ പെർ മിനിറ്റ് ആണ്. അപ്പോൾ എന്താണ് സംഭവിക്കുന്നുണ്ടെങ്കിൽ ഒരു സ്ഥലത്ത് ഇങ്ങനെ വെള്ളം വന്ന് വീഴുന്നു, വേറെ സ്ഥലത്ത് വെള്ളം പൊക്കോണ്ടിരിക്കുന്നു. വന്ന് വീഴുന്നതിന് റേറ്റാണ്, ലീക്കേജിന് വേറെ റേറ്റാണ്. അപ്പോൾ നെറ്റ് നോക്കുകയാണെങ്കിൽ നമ്മൾ നെറ്റ് വാട്ടറിൻ്റെ ചേഞ്ച്, ഈ ഒരു കണ്ടെയ്നറിൻ്റെ വാട്ടറിൻ്റെ ചേഞ്ച് എന്ന് പറഞ്ഞാൽ ഈ വന്ന് വീഴുന്ന റേറ്റ് മൈനസ് പോകുന്ന റേറ്റ്. അപ്പോൾ അതായിരിക്കും, അത് തമ്മിൽ ഡിഫറൻസ് ആയിരിക്കും. ഓക്കെ, അപ്പം പോകുന്ന റേറ്റ് C/20 ആണ്, വന്ന് വീഴുന്ന റേറ്റ് 4/4 ആണ്. കാരണം 4 ലിറ്റർ പെർ മിനിറ്റ് എന്ന് പറഞ്ഞാൽ മറ്റേത് ലീക്ക് പോകുന്ന വെള്ളം പുറത്തോട്ട് ഒഴുകി പോകുന്ന ലീക്കേജ് റേറ്റ് C/20 പെർ മിനിറ്റ് ആണ്. വന്ന് വീഴുന്നത് 4 ലിറ്റർ പെർ മിനിറ്റ് ആണ്. C/20 ലിറ്റർ പെർ മിനിറ്റും C/4 ലിറ്റർ പെർ മിനിറ്റും ആണ്. അപ്പോൾ അത് നെറ്റ് എഫക്റ്റ്, അപ്പോൾ നെറ്റുള്ള ഒരു റേറ്റ് വെച്ചാൽ ഇതിൻ്റെ ഡിഫറൻസ് ആയിരിക്കും. വെള്ളം വന്ന് വീഴുന്നതുകൊണ്ട് പോകുന്നതുകൊണ്ട്. അപ്പം 4 - C/20 ലിറ്റർ പെർ മിനിറ്റ് ആണ് അവിടെയുള്ള നെറ്റ് വെള്ളത്തിൻ്റെ ഒരു അവസ്ഥ, നെറ്റിലെ വെള്ളത്തിൻ്റെ ഒരു വന്ന് വീഴുന്ന അവസ്ഥ. കാരണം ഇത്ര പോകുന്നു അത്ര വരുന്നു. അടുത്തൊരു സ്റ്റേജിൽ ഇതാണ് ഇതിൻ്റെ അടുത്ത സ്റ്റേജിൽ കൊടുത്തേക്കുന്ന ഇമ്പോർട്ടൻ്റ് ആയ ഇൻഫർമേഷൻ. അവിടുത്തെ സ്റ്റേജ് ഇമ്പോർട്ടൻ്റ് ആയ ഇൻഫർമേഷൻ കൊടുത്തേക്കുന്ന ഹൗവർ വി ആർ ടോൾഡ് ദാറ്റ് ഇപ്പോൾ രണ്ടും സിസ്റ്റൈൻ റിമെയിൻ empties 24 minutes when both the tap and the leak are on. അതായത് ടാപ്പും ഒരേ സമയം വെള്ളം ലീവ് ചെയ്യുന്ന ലീക്കും ഓൺ ആണെങ്കിൽ ഇത് 24 മിനിറ്റ് കൊണ്ട് ഈ ഒരു കണ്ടെയ്നർ എം ടി ആവുമെന്നാണ് പറയുന്നത്. അപ്പോൾ അതാണ് ഇമ്പോർട്ടൻ്റ് ആയ മറ്റൊരു ഇൻഫർമേഷൻ. അപ്പം അങ്ങനെയാണെങ്കിൽ എം ടി ആകുന്ന റേറ്റ് എന്ന് പറയുന്നത് ഈ പറയുന്ന ഇതിൻ്റെ നെറ്റ് എഫക്റ്റ് തന്നെയാണ് എം ടി ആകുന്ന റേറ്റ്. സോ വി കൺസിഡർ ദ നെറ്റ് എം ടി റേറ്റ്. അപ്പം മൊത്തത്തിൽ C ലിറ്റർ വെള്ളമുണ്ട്. C ആണ് മൊത്തം കപ്പാസിറ്റി. അപ്പോൾ 24 മിനിറ്റ് കൊണ്ട് അത് എം ടി ആവുന്നു. അപ്പോൾ അതിൻ്റെ സ്പീഡ് ഇതാണ്. അപ്പോൾ മൊത്തത്തിൽ കപ്പാസിറ്റി ഈസ് ഈക്വൽ ടു ദ സ്പീഡ് ഇൻറ്റു ദ ടൈം എന്ന രീതിയിൽ എടുക്കുമ്പോൾ സ്പീഡ് ഈസ് ഈക്വൽ ടു കപ്പാസിറ്റി ബൈ ടൈം, അങ്ങനെ രീതിയിലാണ് നമ്മൾ ഇക്വേഷൻ കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ C ഈസ് ഈക്വൽ ടു ഈ പറഞ്ഞ നെറ്റ് സ്പീഡ്, നെറ്റ് ലീവ് ചെയ്യുന്ന സ്പീഡ് ലിറ്റർ പെർ മിനിറ്റ്, എം ടി റേറ്റ് C/20 - 4 × 24. എന്തുകൊണ്ടാണ് 24 മൾട്ടിപ്പിൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 24 മിനിറ്റ് കൊണ്ട് മൊത്തം എം ടി ആവും. മൊത്തം എം ടി ആവുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ മൊത്തം C ലിറ്റർ ഒഴിവാകുമെന്നാണ് എൻ്റെ അർത്ഥം. അതുകൊണ്ടാണ് C ഈസ് ഈക്വൽ ടു C/20 - 4
ഇൻറ്റു 24 എടുത്തേക്കുന്നത്. അപ്പോൾ C/20 - 4 എന്നുള്ള ഈ ഒരു എലമെൻറ്റ് ആ empty എയർ മൊത്തത്തിൽ വെള്ളം പോകുന്നതിൻ്റെ സ്പീഡാണ്. വന്നു പോകുന്നതും വന്ന് വീഴുന്നതും വന്ന് പോകുന്നതും കൂടെയുള്ള നെറ്റ് എഫക്റ്റ്. അപ്പോൾ അതാണ് C/20 - 4. അത് ഇൻറ്റു ടൈമാണ് ശരിക്കും അവിടുത്തെ ഒരു കപ്പാസിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഇക്വേഷൻ ഫോം ചെയ്യുന്നതാണ് ഇവിടുത്തെ ഒരു ഡിഫിക്കൽട്ടായിട്ടുള്ളൊരു പ്രോസസ്സ്. ഇക്വേഷൻ ഫോം ചെയ്താൽ പിന്നെ ബുദ്ധിമുട്ടൊന്നുമില്ല, നമുക്ക് ആൻസറിലേക്ക് എത്താൻ പറ്റും. പിന്നെ C സോൾവ് ചെയ്താൽ മതി, സിമ്പിൾ ഇക്വേഷനാണ്. അപ്പോൾ ഞാൻ ഒരിക്കൽ കൂടി ഇതിൻ്റെ ലോജിക്ക് പറയാം. നമുക്ക് വെള്ളം വരുന്നുമുണ്ട് പോകുന്നുമുണ്ട്. അതുകൊണ്ട് നമ്മളതിൻ്റെ വാട്ടറിൻ്റെ ഫ്ലോ നെറ്റ് സ്പീഡ്, അപ്പോൾ സ്പീഡ് എന്നുള്ള ആംഗിൾ ഞാൻ പറയാൻ എളുപ്പത്തിൻ്റെ സ്പീഡ് എന്ന് പറയാം, വാട്ടറിൻ്റെ സ്പീഡ് എന്ന രീതിയിൽ പറയുകയാണ്. അപ്പോൾ നമ്മൾ ടൈം ആൻഡ് ഡിസ്റ്റൻസ് കണ്ടുപിടിക്കുന്ന പോലെ തന്നെ ടൈമിൽ നമ്മൾ ഡിസ്റ്റൻസ് ബൈ സ്പീഡ്, ഡിസ്റ്റൻസ് ബൈ ടൈം ഈക്വൽ ടു സ്പീഡ് എന്ന് പറയും. അതുപോലെ തന്നെ അല്ലെങ്കിൽ അതേ രീതി തന്നെയാണ് ഇവിടെ ലിറ്റർ പെർ മിനിറ്റ് ഈസ് ഈക്വൽ ടു അതിൻ്റെ സ്പീഡ് ഓഫ് ഫ്ലോ, വാട്ടർ ഫ്ലോ. അപ്പോൾ വാട്ടർ ഫ്ലോയുടെ സ്പീഡ് നെറ്റ് എംറ്റിങ് റേറ്റ് ഉള്ള വഴി പോകുന്നതിന് നെറ്റ് എംറ്റിങ് റേറ്റ് കാണണമെങ്കിൽ വന്ന സ്പീഡും മൈനസ് അതുപോലെ തന്നെ ലീക്കേജ് സ്പീഡും കാണണം. അപ്പോൾ അത് ആ ഡിഫറൻസ് ആണ് C/20 - 4 C/20 - 4 എടുത്തേക്കുന്നത്. എഗെയിൻ അതിനെ മൊത്തത്തിൽ 24 മിനിറ്റ് കൊണ്ട് എംറ്റി ചെയ്യുന്നതുകൊണ്ട് ഇൻറ്റു 24 ചെയ്യുന്നു. സോ വിൽ ഗെറ്റ് C ഈസ് ഈക്വൽ ടു C എന്നാണ് മൊത്തം കപ്പാസിറ്റിയാണ്. C ഈസ് ഈക്വൽ ടു C/20 - 4 × 24 എന്നൊരു ഇക്വേഷൻ ഫോം ചെയ്യാൻ പറ്റും. സോ ദാറ്റ് വി ക്യാൻ സോൾവ് ഫോർ C. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു പ്രൊസീജിയർ. ഇനി ഞാനിതിൽ വേറൊരു കാര്യം ഞാൻ അഡ്വൈസ് ചെയ്യാനുള്ള മുമ്പ് ഞാൻ വീഡിയോസിലൊക്കെ പറഞ്ഞ പോലെ തന്നെ KMAT എക്സാമിന് ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡിൽ ചില ക്വസ്റ്റ്യൻസ് നമ്മൾ തീർച്ചയായിട്ടും ഒഴിവാക്കേണ്ടി വരും, കാരണം അതിന് സമയം കൂടുതൽ എടുക്കുന്നതാണ്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ എക്സാമിന് ഇങ്ങനെ പൈപ്പ് സ്പീഡ് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ കിട്ടുവാണെങ്കിൽ നിങ്ങൾ അത്ര എക്സ്പെർട്ട് അല്ലെങ്കിൽ നിങ്ങളൊന്ന് ഒഴിവാക്കുന്ന ശ്രമിക്കുന്നതായിരിക്കും നന്നാവും. കാരണം ചിലപ്പോൾ നിങ്ങൾക്ക് ടൈം ഒരുപാട് കൺസ്യൂം ചെയ്യാനായിട്ട് സാധ്യതയുണ്ട്. നിങ്ങൾക്ക് സമയം ഉണ്ടെങ്കിൽ നിങ്ങൾ തിരിച്ച് വന്ന് വീണ്ടും ഈ ക്വസ്റ്റ്യനിൽ ചെയ്യുന്നതായിരിക്കും നന്നാവുക എന്നാണ് എൻ്റെ ഒരു സജഷൻ. ഒരു ലോജിക്ക് ഇതാണ്. നമ്മൾ മൊത്തം എംറ്റിങ് സ്പീഡ് കണ്ടുപിടിക്കുന്നു. ടോട്ടൽ കപ്പാസിറ്റി ഈസ് ഈക്വൽ ടു ടോട്ടൽ എംറ്റിങ് സ്പീഡ് ഇൻറ്റു ദ ടൈം ടു എംറ്റി എന്നുള്ളതാണ് അതിൻ്റെ സിമ്പിൾ ലോജിക്ക്. ഓക്കെ, മറ്റൊരു ക്വസ്റ്റ്യൻ ഇത് നമുക്ക് അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അത്ര ഡിഫിക്കൽട്ടായിട്ട് ക്വസ്റ്റ്യൻ അല്ല, സമയം എടുക്കുമെങ്കിലും കുറച്ച് ഈസി ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ക്യാപ്റ്റൻ ഓഫ് എ ക്രിക്കറ്റ് ടീം of 11 member is 26 year old. The wicket keeper is 3 year older. ക്യാപ്റ്റനേക്കാൾ 3 വയസ്സ് ഓൾഡർ എന്ന് പറയുന്നത്, അപ്പം 29 വയസ്സായിരിക്കും. If age of 2 are excluded, the average age of the remaining player is 1 less than the average age of the whole team. What is the average age of the team? അപ്പോൾ ഇവിടെ നമുക്ക് ഇക്വേഷൻസ് ഫോം ചെയ്യാവുന്ന കേസേ ഉള്ളൂ. ബട്ട് ആദ്യം തന്നെ ടീമിൻ്റെ ഏജ് നമ്മൾ A ആയിട്ട് എടുക്കുന്നു. ടീമിൻ്റെ ഏജ്, അപ്പോൾ നമ്മളെല്ലാവരും കൂടെ ഉള്ള കേസ് ടീമിൻ്റെ ആവറേജ് ഏജ് A ആയിട്ട് എടുക്കും. അപ്പോൾ ടീമിൻ്റെ ആവറേജ് ഏജ് A എന്ന് എടുത്താൽ A ഈസ് ഈക്വൽ ടു മൊത്തം ആൾക്കാരുടെ സമ്മ്, ടീമിൻ്റെ സമ്മ് ST ഞാൻ ഇട്ടു ബൈ 11 ആയിരിക്കും. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ടീമിന് മൊത്തം ആൾക്കാരുടെ ഏജിൻ്റെ സമ്മ് എന്ന് പറയുന്നത്, മൊത്തം ആൾക്കാരുടെ ഏജ് എന്ന് പറയുന്നത് ഇത് A × 11 ആയിരിക്കും. A × 11. അപ്പോൾ അതാണ് നമ്മൾ ആദ്യം എഴുതിയിരിക്കുന്നത്. മൊത്തം ആൾക്കാരുടെ പ്രായം 11 പേരുടെ പ്രായത്തിൻ്റെ സമ്മ്, 11 പേരുടെ ടോട്ടൽ ഏജ് എന്ന് പറയുന്നത് ഇതിൻ്റെ സമ്മാണ്. ഇത് 11 ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നത് 11A ആണ്. അപ്പോൾ ഇനി ഓരോ സ്റ്റെപ്പായിട്ട് എടുക്കാം. ക്യാപ്റ്റൻ്റെ ഏജ് പറഞ്ഞ് 26 പറഞ്ഞിട്ടുണ്ട്, വിക്കറ്റ് കീപ്പർ 29 പറഞ്ഞിട്ടുണ്ട്. 11 കളിക്കാരായതുകൊണ്ട് ക്യാപ്റ്റൻ വിക്കറ്റ് കീപ്പർ മാറിക്കഴിഞ്ഞാൽ പിന്നെ ഉള്ളത് 9 കളിക്കാരാണ്. അപ്പം പിന്നെ അടുത്ത ഇക്വേഷൻ പറഞ്ഞിരുന്നത് ബാക്കിയുള്ള 9 കളിക്കാരുടെ ആവറേജ് ഏജ് മൊത്തം ഏജിനേക്കാളും 1 കുറവാണെന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതാണ് ഇതിൻ്റെ അടുത്തൊരു ലോജിക്ക്. മൊത്തം 9 കളിക്കാരുണ്ട്, ഏജ് 9 - 1 ആയി മാറുന്നു. ഏജ് കിട്ടും 9 - 1. അപ്പോൾ മൊത്തം ബാക്കി 9 പേരുടെ മൊത്തം ഏജിൻ്റെ ടോട്ടൽ, 9 പേരുടെ സം ടോട്ടൽ എന്ന് പറഞ്ഞാൽ ഇതുപോലെ തന്നെ ഇതേ ഇന്നത്തെ ഇക്വേഷൻ ഇതുപോലെ തന്നെ. ഇപ്പം സം ടോട്ടൽ എന്തായി, A - 1 ആയി. ഈ ആവറേജ് പുതിയ കേസ് 9 പേരുടെ മാത്രം കേസ് എടുക്കുകയാണെ. A - 1 ആയി, ആവറേജ് A - 1 ആയി. ഇനി 9 പേരുടെ സമ്മാണ് കണ്ടുപിടിക്കേണ്ടത്. 9 പേരുടെ സമ്മിന് ഞാൻ സം 9 എഴുതിക്കും തൽക്കാലത്തേക്ക്. അപ്പോൾ അത് 9 പേരാണ് ഉള്ളത്, അതുകൊണ്ട് ഡിവൈഡ് ബൈ 9 എടുത്തിരുന്നത്.
ഇതേ നേരത്തെ കേസ് എടുത്തപോലെ തന്നെ 9 ഇങ്ങോട്ട് എടുക്കുകയാണെങ്കിൽ നമുക്ക് 9 മൈനസ് 9 എന്ന് കിട്ടും. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്ന കേസ്. ഓക്കെ, ഇത്രയുമാണ് നമ്മുടെ ഓവറോൾ മാട്രിക്സ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇനി എന്താണ് അടുത്ത സ്റ്റെപ്പ് ചെയ്യേണ്ടത്? അപ്പോൾ ഇതാണ് 9 പേരുടെ സമ്മ്. ബാക്കി 2 പേരുടെ സമ്മ് ഏതൊക്കെയായിരുന്നു? ബാക്കി 2 പേരെന്ന് പറഞ്ഞാൽ ക്യാപ്റ്റനും വിക്കറ്റ് കീപ്പറായിരുന്നു. ഒരാളുടെ 26ഉം വേറൊരാളുടെ 29ഉം ആണ്. ഓക്കെ, ഒരാളുടെ 26, 29 ആണ്. ഇത് രണ്ടും കൂടെ കൂട്ടിക്കഴിയുമ്പോൾ ശരിക്കും കിട്ടേണ്ടത് എത്രയാണ്? മൊത്തം 11 വരെയല്ലേ കിട്ടേണ്ടത്. 11 വരെ നമ്മൾ ആദ്യം എഴുതിയത് 11 എന്നുള്ള എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഈ രണ്ട് ഇക്വേഷനും കൂടെ 11A ആയിട്ട് ഇക്വേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അതാണ് ഇവിടെ ചെയ്തേക്കുന്നത്. ഈസിക്കൽ ടു 11A, 11A ആണ് ചെയ്തേക്കുന്നത്. രണ്ടാമത്തെ കേസിൽ നമ്മൾ 9A മൈനസ് 9 എന്നുള്ളത് 9 പേരുടെ ഏജിൻ്റെ സമ്മാണ്. അപ്പോൾ അതിൻ്റെ കൂടെ 26, 29 കൂട്ടുന്നു. 26, 29 കൂട്ടി എന്താണ്? അത് ക്യാപ്റ്റൻ്റെ വിക്കറ്റ് കീപ്പറുടെ ഏജ് ആണ്. അപ്പോൾ അത് കൂട്ടണമെങ്കിൽ എന്താണ് കിട്ടേണ്ടത്? 11A ആണ് കിട്ടുന്നത്. 11A ആണ് കിട്ടുന്നത്, കാരണം അതാണ് 11 പേരുടെ ഏജ്. അപ്പോൾ അതും കൂടെ കൂട്ടുമ്പോൾ അതാണ് ഈ ഇക്വേഷൻ ഫോം ചെയ്യുന്നത്. രണ്ടുപേരുടെ ആ ഏജ് കൂട്ടി 9 പേരുടെ സമ്മാണ് ഈ 9A മൈനസ് 9 എഴുതിയിരിക്കുന്നത്. സോ വി ഗെറ്റ് ഇക്വേഷൻ. ഇവിടെ നിന്ന് ഒരു ഇക്വേഷൻ നമുക്ക് ഫോം ചെയ്യാൻ പറ്റുന്നുണ്ട്. ആ ഇക്വേഷനാണ് ദിസ് ഈസ് 9A plus 46 equal to 11A, and you can solve for A equal to 23. A 23 കിട്ടും. ഇത് എൻ്റെ അഭിപ്രായത്തിൽ അറ്റംപ്റ്റ് ചെയ്യാവുന്ന ക്വസ്റ്റൻ ആണ്. നമുക്കൊരു ശ്രദ്ധാപൂർവ്വം ചെയ്യുമ്പോൾ 1 മിനിറ്റ് എങ്കിലും എടുക്കും, എന്നാലും ശ്രദ്ധിച്ച് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റൻ ആണ്. മാത്സ് ഫാസ്റ്റായിട്ട് ചെയ്യുന്ന ആൾക്കാർക്ക് 30 സെക്കൻഡ് 40 സെക്കൻഡ് കൊണ്ട് ചെയ്യാം. കുറച്ച് സ്ലോ ആയ ആൾക്കാരാണെങ്കിൽ 1.5 മിനിറ്റ് ചിലപ്പോൾ എടുക്കുമായിരിക്കും. പക്ഷെ എന്നാൽ ശ്രദ്ധിച്ച് ചെയ്യാമെന്ന് അറ്റംപ്റ്റ് ചെയ്യാവുന്ന ഒരു ക്വസ്റ്റൻ ആണ്. മറ്റേ ക്വസ്റ്റിനേക്കാളും കുറച്ചുകൂടെ ഈസിയാണ് ഈ ക്വസ്റ്റൻ. Now another question, model question paper തന്നെയുള്ള mock test ൽ ഉണ്ടാകുന്ന question ആണ്. A tank can be filled by pipes X and Y in 2 hours and 4 hours respectively. When full, the tank can be emptied by a pipe Z in 6 hours. If all pipes are turned on the same time, how much time take it to fill up? ഇവിടെയും ലോജിക് ക്വസ്റ്റ്യൻ മനസ്സിലാക്കുക എന്നുള്ള ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ്. അപ്പോൾ അവിടെ ടാങ്ക് ഫില്ല് ചെയ്യാൻ 2 പൈപ്പ് ഇടുന്നു. അപ്പോൾ വന്ന് വീഴുന്ന 2 പൈപ്പാണ്. എക്സ് എന്നുള്ള പൈപ്പിൽ കൂടെയും വൈ എന്നുള്ള പൈപ്പിൽ കൂടെയും വെള്ളം വന്ന് വീഴുന്നു. എക്സ് എന്നുള്ള പൈപ്പിൽ കൂടെയും വൈ എന്നുള്ള പൈപ്പിൽ കൂടെയും വെള്ളം വന്ന് വീഴുന്നു. ഇനി അതിൻ്റെ വേറെ അർത്ഥം എംപ്റ്റീഡ് ബൈ ഇസഡ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം പുറത്തോട്ട് പോകുന്ന പൈപ്പാണ് ഇസഡ് എന്നുള്ളത്. എംപ്റ്റി ലീക്ക് പുറത്തേക്ക് ഇറങ്ങുന്ന ലീക്ക് പോലെ തന്നെ മറ്റു പുറത്തോട്ട് പോകുന്ന വെള്ളം പുറത്തോട്ട് വീഴുന്ന പൈപ്പാണ് ഇസഡ്. അപ്പോൾ എക്സും വൈ വന്ന് വീഴുന്ന പൈപ്പും ഇസഡ് പുറത്തേക്ക് വീഴുന്ന പൈപ്പുമാണ്. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആ 3 പൈപ്പ് ഓൺ എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം 2 പൈപ്പിൽ കൂടെ വെള്ളം വന്ന് വീഴുന്നു, 1 പൈപ്പിൽ കൂടെ വെള്ളം പുറത്തോട്ട് പോകുന്നു. അപ്പോൾ ഇനി വന്നു പോകുന്ന സ്പീഡും അതൊക്കെ കാൽക്കുലേറ്റ് ചെയ്താൽ മാത്രം മതി. എന്നിട്ട് അതിൻ്റെ നെറ്റ് സ്പീഡ് എടുത്താൽ മാത്രം ആൻസറിലേക്ക് എത്താം ഈസി ആയിട്ട്. അപ്പം പൈപ്പ് എക്സ് പൈപ്പിൻ്റെ റേറ്റ് അപ്പം 2 അവർ കൊണ്ടാണ് അത് വന്ന് ഫില്ല് ചെയ്യുന്നത്. അപ്പോൾ എക്സ് പൈപ്പിൽ കൂടെ ആണെങ്കിൽ 2 അവർ കൊണ്ടാണ് വന്ന് ഫില്ല് ചെയ്യുന്നത്. അപ്പോൾ 1 അവറിൽ അത് ടാങ്കിൻ്റെ പകുതി ഫില്ല് ചെയ്യുന്നത്. അപ്പം 1 അവറിൽ 1/2 ഓഫ് ദ കപ്പാസിറ്റി 1/2 ഓഫ് ദ ടാങ്കാണ് വന്ന് ഫില്ല് ചെയ്യുന്നത്. അടുത്താണെങ്കിൽ 4 അവർ കൊണ്ട് വന്ന് വീഴുന്നത് 1/4 ആണ് അവിടുത്തെ ടാങ്ക് പെർ അവർ. 1 ടാങ്ക് ആണ് ടാങ്കിൻ്റെ കപ്പാസിറ്റി പെർ അവർ ആണ് അതിൻ്റെ സ്പീഡ്. ഇനി എം ടി ചെയ്യപ്പെടുവാണെങ്കിൽ ഫുള്ളാകുമ്പോൾ എം ടി ചെയ്യപ്പെടുവാണെങ്കിൽ അതിൻ്റെ കപ്പാസിറ്റി നമുക്ക് വേണമെങ്കിൽ ഇത് C/2 ടാങ്കിൻ്റെ കപ്പാസിറ്റി C ആയിട്ട് എടുത്തിട്ട്, അല്ലെങ്കിൽ ഇപ്പോൾ ഇവിടുത്തെ കേസ് ടാങ്കിൻ്റെ കപ്പാസിറ്റി ഒരു യൂണിറ്റ് ഞങ്ങൾ എടുത്തുള്ളൂ. ഇനിയിപ്പോൾ ടാങ്കിൻ്റെ കപ്പാസിറ്റി C ആയിട്ട് എടുത്താലും കുഴപ്പമില്ല. C ആണെങ്കിൽ C/2 C/4 എന്നൊക്കെ വരും. നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ എടുക്കാം, കുഴപ്പമൊന്നുമില്ല. എവിടെയായാലും C കോമൺ ആയിട്ട് വരുന്നുണ്ട്, ക്യാൻസൽ ആയി പോകുന്നുള്ളൂ. ഇനിയിപ്പോൾ എം ടി എന്ന റേറ്റ് എന്ന് വെച്ചാൽ 1/6 ആണ്, കാരണം അത് ഒരു 6 മണിക്കൂർ എടുക്കുന്നതാണ് പറഞ്ഞത്. അപ്പോൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ 3 ടൈപ്പ് ഓപ്പൺ ആണെങ്കിൽ ഈ 2 പൈപ്പും വന്ന് വീഴുന്നു, 1/2 1/4 കൊണ്ട് ആഡ് ചെയ്യുന്നു. പക്ഷേ ഈ പൈപ്പിൽ നിന്നുള്ളത് നമ്മൾ എന്താണ് സംഭവിക്കുന്നത്? ഈ പൈപ്പിൽ നിന്ന് തേർഡ് പൈപ്പിൽ നിന്ന് പുറത്തോട്ട് പോവുകയാണ്. അതുകൊണ്ട് -1/6 ആണ് ചെയ്യേണ്ടത്. -1/6 ചെയ്യണം. രണ്ടിടത്ത് ആഡ് ചെയ്യുന്നു, -1/6 ചെയ്യുന്നു. അപ്പോൾ നെറ്റ് വാട്ടർ ഫ്ലോ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടും 7/12 എന്നുണ്ട്. സോൾവ് ചെയ്യും 1/2 1/6 1/4 1/6 സോൾവ് ചെയ്യും. -1/6 സോൾവ് ചെയ്യുമ്പോൾ 7/12 എന്ന് കിട്ടും. അപ്പോൾ നമ്മൾ 6 ഡിനോമിനേറ്ററിൽ എടുത്ത് കോമൺ ആയിട്ടൊക്കെ ചെയ്താൽ നമുക്ക് വളരെ ഈസി ആയിട്ട് ആൻസർ കിട്ടും. സോ ഹൗവർ 7/12 ആണ് അവിടുത്തെ ഒരു വെള്ളം വന്ന് വീഴുന്നതിൻ്റെ ഒരു റേറ്റ്. സോ എത്ര, അപ്പോൾ 3ഉം കൂടെ ഓപ്പൺ ആയ സ്ഥിതിക്ക് എത്ര സമയം എടുക്കും എന്നുള്ളതാണ്. അതായത് 1 മണിക്കൂറിൽ ടാങ്കിൻ്റെ 7/12 കപ്പാസിറ്റിയിലാണ് വെള്ളം വന്ന് വീഴുന്നത്.
അപ്പം ടാങ്ക് ഫില്ലാകാനായിട്ട് എത്ര സമയം എടുക്കുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ടൈമിൻ്റെ അതിൻ്റെ റെസിപ്രോക്കൽ എടുത്താൽ മതി, അല്ല റെസിപ്രോക്കൽ കപ്പാസിറ്റി എടുത്താൽ മതി. അപ്പോൾ അല്ലെങ്കിൽ നമ്മൾ 12/7 എന്ന് എടുക്കുക. 12/7 ടൈം 12/7 അവേഴ്സ് എടുത്താലാണ് ആ ടാങ്ക് കംപ്ലീറ്റ് ആവുക. വന്ന് വീഴുന്ന സ്പീഡ് നമുക്ക് കിട്ടി 7/12 പെർ അവർ, കപ്പാസിറ്റി പെർ അവർ കിട്ടി. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അത് കംപ്ലീറ്റ് ആകാനായിട്ട് അതിൻ്റെ റെസിപ്രോക്കൽ എടുക്കുക, കാരണം അത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 1 ആണ് കിട്ടേണ്ടത് എന്ന രീതിയിൽ. 1/7/12 അതായത് റെസിപ്രോക്കൽ 12/7. 12/7 എന്ന് പറഞ്ഞാൽ അപ്രോക്സിമേറ്റ്ലി 1 hour 43 minutes ആണ്. അങ്ങനെയാണ് ഇതിൻ്റെ ആൻസർ എത്തുക. ഇവിടുത്തെ പോയിന്റ് 2 പൈപ്പ് ഫില്ല് ചെയ്യുന്നു, അപ്പോൾ 2 പൈപ്പിൻ്റെ കപ്പാസിറ്റി ആഡ് ചെയ്യുന്നു, പോകുന്ന പൈപ്പിൻ്റെ കപ്പാസിറ്റി സ്പീഡ് കുറയ്ക്കുന്നു. അപ്പോൾ അങ്ങനെയാണ് നെറ്റ് റേറ്റ്, നെറ്റ് ഫില്ലിംഗ് റേറ്റ് കണ്ടുപിടിക്കാൻ പറ്റുക. നെറ്റ് ഫില്ലിംഗ് റേറ്റ് കണ്ടുപിടിച്ച ശേഷം നമ്മളതിൻ്റെ റെസിപ്രോക്കൽ എടുത്താൽ നമുക്ക് അതിൻ്റെ ഒരു ഫില്ലിംഗ് ടൈം എത്ര ടൈം എടുക്കും എന്നുള്ളത് കണ്ടുപിടിക്കാൻ പറ്റും. കാരണം നമ്മുടെ കപ്പാസിറ്റി നമ്മൾ 1 ആയിട്ടാണ് ഇവിടെ അസ്യൂം ചെയ്തേക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ മനസ്സിലായി വിചാരിക്കുന്നു. അപ്പോൾ ഇതാണ് ആൻസർ പേപ്പേഴ്സിൽ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്ന ക്വസ്റ്റ്യൻസ് ഇതൊക്കെയാണ്. ബാക്കി ക്വസ്റ്റ്യൻസൊക്കെ നിങ്ങൾക്ക് ഒരു പരിധി വരെ ആൻസർ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ഞാൻ വിചാരിക്കുന്നു. സീരീസ് കണ്ടിന്യൂ ചെയ്യുന്നു. സ്റ്റേ ട്യൂൺ, കീപ്പ് ഇൻ ടച്ച് വിത്ത് us. മറ്റൊരു വീഡിയോയിൽ കാണാം. ബൈ.